അങ്ങനെ ഞങ്ങൾ ഓണത്തിന് ടൂർ പോവുകയാണേ. ഏട്ടൻ്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ കാറിൽ പോരുകയാണ് കേട്ടോ. ഇളയച്ചൻ്റെ കാറുണ്ടാവുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കാറിലാണ് പോകുന്നത്. ഏട്ടൻ്റെ വണ്ടിയൊന്നും കുന്നിൻ്റെ മുകളിലേക്ക് കയറാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചപ്പോൾ ബ്രേക്കിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ വണ്ടി എടുത്തില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളെ സ്ഥലത്തെത്തി. ഞങ്ങൾ കുറച്ച് ഉപ്പിലിട്ട മാങ്ങ, അതുപോലെ ക്യാരറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കൈ പിടിച്ചിട്ടോ. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ, നല്ല എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ അവർ കുപ്പി തരും, അതിൽ നമ്പർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിന്ന് നമ്മൾ നമ്പർ തിരിച്ച് വരുമ്പോൾ നമ്പർ കാണിക്കണം. ഇതൊക്കെ ചോരയിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ. അപ്പോൾ അവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മൾ താഴത്തുനിന്ന് നടക്കുമ്പോൾ നമുക്ക് തോന്നും വലിയ കുഴപ്പമില്ലാന്ന്. പക്ഷെ പകുതി എത്തിയപ്പോൾ ഞങ്ങളുടെ സ്വഭാവം മാറൽ തുടങ്ങി. എത്രത്തോളം ക്ഷീണാവൽ തുടങ്ങി കേട്ടോ. വെള്ളം ഞങ്ങൾ കൈ പിടിച്ച വെള്ളമൊക്കെ കഴിയൽ തുടങ്ങി കേട്ടോ. ഞങ്ങളുടെ കയ്യിലുള്ള വെള്ളം പകുതി മുക്കാലും കഴിഞ്ഞു. ഇത്രയാളും കുടിക്കുകയല്ലേ. അപ്പം അങ്ങനെ ഞാനും അനിയത്തിയും കൂടി ഒരു വശം ക്ഷീണമായി തുടങ്ങി. പിന്നെ അച്ഛൻ നല്ല പിന്നിലാണ് വരുന്നത് കേട്ടോ. അച്ഛനും ക്ഷീണിച്ചിട്ടുണ്ട്. അച്ഛന് സത്യം പറഞ്ഞാൽ ഡിസ്കിന് ബുദ്ധിമുട്ടുണ്ടാവുകൊണ്ട് അച്ഛൻ നടക്കുമെന്ന് സംശയമായിരുന്നു. എന്നാലും അച്ഛൻ നടന്നു കേട്ടോ. അതിന് മുകളിൽ വരെ നടന്നു. അനിയത്തിയുടെ മുഖം കണ്ടാൽ അത്രയും ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ അവള്. ഞാനും ഒരു വശം ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരു മനുഷ്യ ഇരിക്കാൻ പോലും വയ്യാത്ത സ്ഥലമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കാടാണ് അവിടെ. എന്നാലും നല്ല രസമായിട്ട് എല്ലാവരും കൂടി ആവുകൊണ്ട് നല്ല. അങ്ങനെ അനുമോള് ക്ഷീണിച്ചപ്പോൾ അച്ഛൻ്റെ മുതുകിലൊക്കെ കയറൽ തുടങ്ങി കേട്ടോ. എല്ലാവരും ഉണ്ടാകുമ്പോൾ നല്ല രസമാണ് പോകുമ്പോൾ കേട്ടോ. അപ്പോൾ ക്ഷീണമൊന്നും അറിയില്ല, എന്നാലും വേണ്ടില്ല, എല്ലാവരും കൂടി ആകുമ്പോൾ രസമായിട്ട് പോവാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാട്ടോ. വലിയ ദൂരമൊന്നുമില്ല. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് പെരിന്തൽമണ്ണ കുറച്ച് വിട്ടിട്ട് പോരാനല്ലേ ഉള്ളൂ. അപ്പോൾ വണ്ടിയൊക്കെ ഉണ്ടാവുകൊണ്ട് അങ്ങനെ പോകുന്നതാട്ടോ. ആരെങ്കിലും വരാത്തവരുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണണം കേട്ടോ. നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. നമുക്ക് കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ പ്രാവശ്യം വരുള്ളൂ കുന്ന് കയറാൻ. എന്നാലും ഒരു പ്രാവശ്യം വന്ന് നോക്കണേ എല്ലാവരും കേട്ടോ. ഒരു പ്രാവശ്യം കൂടിയും പറയാം, അമ്മിനിക്കാടാണ് ഇവിടെ സ്ഥലപ്പേര്. പിന്നെ അവിടെ നിന്ന് കൊടിക്കുത്തി മല എന്നാണ് ഇവിടേക്ക് പറയുക കേട്ടോ. എല്ലാവരും വന്ന് കാണണം. അടിപൊളി സ്ഥലമാണ് കേട്ടോ. പാർക്കും കുട്ടികൾക്കുള്ള എല്ലാ സംഭവങ്ങളും. നമുക്ക് കൊടിക്കുത്തി മലയ്ക്ക് കയറാനൊരു ടിക്കറ്റ് അവർ എടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ പാർക്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേറെ ടിക്കറ്റ് കൊടുത്താൽ 150 രൂപയ്ക്ക് 3 സംഭവങ്ങൾ നമുക്ക് എന്തിൽ വേണമെങ്കിലും കയറാം കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ നടന്ന് ഞങ്ങൾ കുറച്ച് ദൂരങ്ങളെത്തി. ഒരു സമയത്ത് 3:15 നടക്കൽ തുടങ്ങിയിട്ട് ഞങ്ങൾ 4:45 കേട്ടോ ഞങ്ങൾ ഇതിൻ്റെ മുകളിലെത്തി. അതിൻ്റെ മുകളിൽ കയറിയിട്ട് നല്ല അടിപൊളി സീനറി എടുക്കുക. നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഇതാണ് കേട്ടോ. ഇത് സ്റ്റെപ്പ് കയറി 3ാം നിലയായിട്ടുള്ള ഞങ്ങൾ ഇതിൻ്റെ 3ാം നിലയിലേക്ക് എത്തണം. അപ്പം അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് എത്തിയിട്ടോ. താഴത്തേക്ക് ഞങ്ങൾ മുകളിലത്തെ എന്തൊന്നും വീഡിയോ ഞാൻ എടുത്തില്ല. അങ്ങനെ കാറ് കയറി ഒരു ക്ഷീണം മുഖത്ത് കാണിക്കുന്നുണ്ടാവും. അത്രയും ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ യന്ത്രവ്യാലിൻ്റെ ഉള്ളിലൊക്കെ കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിലേക്ക് കയറി. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ 3 ടിക്കറ്റ് എടുത്തിരുന്നു. അതിൽ സത്യം പറഞ്ഞാൽ ഞാൻ 2 എണ്ണത്തിലേ കയറിയുള്ളൂ. അതിൽ 2ാമത്തേൽ കയറിയപ്പോൾ ഞാൻ ഛർദ്ദിച്ച് ഒരു പരായിട്ടോ.